മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ നീക്കം, അതായത് താക്കറെ സഹോദരങ്ങൾ തമ്മിൽ ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനം. വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉദയ വിഭാഗം ശിവസേനയും രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും സഖ്യമായി മത്സരിക്കും. ഇന്ന് ചേർന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരു നേതാക്കളുടെയും പ്രഖ്യാപനം. സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, വിശദാംശം. അജയ്, മഹാരാഷ്ട്രയിൽ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഇപ്പോൾ താക്കറെ സഹോദരങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നോക്കം പോകേണ്ടി വന്ന ഒരു പാർട്ടിയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വെല്ലുവിളികൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വലിയ വെല്ലുവിളികളാണ് ഈ പാർട്ടികൾ നേരിടേണ്ടി വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. താക്കറെ സഹോദരങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഈ വർഷം ജൂലൈ മാസത്തിലാണ് ഈ തീരുമാനമായത്. അതായത് അതിനുശേഷം നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഇവർ ഒന്നിച്ച് മത്സരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇരു നേതാക്കളും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താക്കറെ സഹോദരങ്ങൾ തമ്മിൽ സഖ്യമായി മത്സരിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുകയാണ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ നേരത്തെ BJP-യിൽ തന്നെ നിലനിന്നിരുന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ താക്കറെ സഹോദരങ്ങൾ മറാത്തി വികാരം ഇളക്കി വിട്ടുകൊണ്ട് തന്നെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, രാജ് താക്കറെയുടെ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പാർട്ടിയായ ശിവസേനയും തമ്മിലാണ് ഇപ്പോൾ സംയുക്തമായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മഹാസഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഉദ്ധവ് താക്കറെ ഈ നീക്കത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാസഖ്യത്തിലേക്ക് രാജ് താക്കറെ വരികയാണെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാജ് താക്കറെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രത്യേകിച്ച് മറാത്ത വികാരത്തെ കൂടുതൽ ഇളക്കി വിടുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഖ്യത്തിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന നിയമസഭ, അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ഇരു പാർട്ടികളും തമ്മിൽ ഇപ്പോൾ മത്സരിക്കാൻ ധാരണയായിരിക്കുന്നത്. ഇരു പാർട്ടികളെ സംയുക്ത വാർത്താ സമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതോടൊപ്പം തന്നെ സെലൻസ്കിയും സംസാരിക്കുന്നത് പോലെയാണ് ഇരു നേതാക്കളും സംസാരിക്കുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഐക്യം നഷ്ടപ്പെട്ട പാർട്ടികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ സ്വാധീനമില്ല. അങ്ങനെ സ്വാധീനം നഷ്ടപ്പെട്ട ഇരു പാർട്ടികൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ യാതൊരു ഫലവും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളാകും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഐക്യവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണത്തിലും താനില്ല. ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു പൊള്ളയായ സഖ്യമാണെന്നാണ് ഇപ്പോൾ BJP ഇതിനെ പരിഹസിച്ചിരിക്കുന്നത്. അജി.